തിരക്കിട്ട കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നാലും വലിയൊരു തിരിച്ചടി ഇന്ത്യ നൽകിയതിന് പിന്നാലെ എന്തായിരിക്കും പാകിസ്ഥാനിലെ നീക്കങ്ങൾ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഡൽഹിയിൽ നിന്നും നേതാക്കളും ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളും. ദിലീപ് കുമാർ കൂടി ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. തത്സമയം ദിലീപ്, വളരെ വളരെ പ്രധാനപ്പെട്ട ചില മണിക്കൂറുകൾ കടന്നു പോകുന്നു എന്ന് പറയാം. കാരണം രാത്രിയോട് എടുക്കുന്നു. ഒരുപക്ഷെ പാക് മേഖലയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഈ രാത്രി സമയത്ത് എന്ന് എത്രമാത്രം കരുതേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാനിൽ വന്ന ചില പ്രതികരണങ്ങൾ അപ്രകാരമാണ്. ഇന്ത്യ തിരിച്ചടിച്ചത് രാത്രി നേരത്താണ്, രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ പാകിസ്ഥാൻ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അതേപോലുള്ള തിരിച്ചടിക്ക് മുതിരാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ? ഇന്ന് തന്നെ അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ അവരൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് പറയുന്നു. എങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ, അങ്ങനെ പറയാൻ കഴിയുമോ? പ്രജിൻ, തിരിച്ചടിക്കുമെന്ന അവകാശവാദം പാകിസ്ഥാൻ ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ പക്ഷേ അതിർത്തിയിലുടനീളം സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് മുതിരുകയോ സാഹസത്തിന് മുതിരുകയോ ചെയ്താൽ അതിനെ നിർവീര്യമാക്കുന്നതിന്, അതിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളെ നേരത്തെ തന്നെ സജ്ജമാക്കി നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ജാഗ്രത ഈ സൈനികർ പുലർത്തുന്നുണ്ട്. മാത്രമല്ല, ശ്രദ്ധേയമായ കാര്യം, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതായത് ആ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. അത്തരം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്തിരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അല്പസമയം മുമ്പ് അതിർത്തി രക്ഷാസേനയുടെ മേധാവി തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. നമുക്കറിയാം, അതിർത്തികളിൽ സാധാരണ കാവൽ നിൽക്കുന്നത്, രാജ്യാന്തര അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത് BSF ആണ്, അതിർത്തി രക്ഷാസേനയാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് സൈന്യം നിലയുറപ്പിക്കുക. അതുകൊണ്ട് തന്നെ BSF ഈ അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെയും അതോടൊപ്പം തന്നെ ആക്രമണ സജ്ജരായി ഏത് സമയത്തും, അതായത് ഒരു പ്രത്യാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുന്നതും സംബന്ധിച്ച കാര്യത്തിലാണ് ഈ കൂടിക്കാഴ്ചകളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, ഇന്ത്യ തന്നെ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം നിറവേറ്റിയിരിക്കുകയാണ്. ഇനി കൂടുതൽ പ്രകോപനത്തിന് ഏതായാലും ഇന്ത്യയില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊരാക്രമണം വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല, ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ ഈ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ലോകരാഷ്ട്രങ്ങളിലുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ, അവിടുത്തെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, സൈനിക വക്താക്കൾ എന്നിവരുമായെല്ലാം സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇന്ത്യ ഏതായാലും പൂർണ്ണ സജ്ജമാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ അവരുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാഹസമോ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ദിലീപ്, ഈ നിലവിലെ സാഹചര്യത്തോടെ ലോകരാഷ്ട്രങ്ങളും പ്രതികരിക്കുന്നുണ്ട്. അത് ആർക്കൊപ്പം നിൽക്കുന്നു അവർ എന്ന് അത് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അത് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ UN ഈ വിഷയത്തിൽ ഇടപെടുന്നു, 2 രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ യുദ്ധം ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രതീതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടോ? ഇപ്പോൾ ഒരു ഭാഗത്ത് ചൈനയും തുർക്കിയും പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുമ്പോൾ, മറുഭാഗത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണർപ്പിച്ച് മറുഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകക്രമം ആ രീതിയിൽ മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ മണിക്കൂറുകളിൽ? പ്രജിൻ, ഭീകരതയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരായ നിലപാടാണ് ലോകരാഷ്ട്രങ്ങൾ ഭൂരിപക്ഷവും സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ് എന്ന് നേരത്തെ മുതൽ തന്നെ ഇന്ത്യ ആവർത്തിക്കുന്നതാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ, ലോക രാഷ്ട്രങ്ങളുടെ വേദികളിലൊക്കെ ഇന്ത്യ ഇക്കാര്യം ആവർത്തിക്കാറുണ്ട്. തെളിവ് സഹിതം തന്നെ ഇന്ത്യ ഈ കാര്യം, പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഭീകരർ ലോകത്ത് പല രാജ്യങ്ങളിലേക്കും എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ UN സുരക്ഷാ കൗൺസിലിൽ ആ നിലയിലുള്ള പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. 15 അംഗ സുരക്ഷാ കൗൺസിലിലെ 13 രാജ്യങ്ങളും ഇന്ത്യൻ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് UN സുരക്ഷാ കൗൺസിലിൽ കണ്ടത്. ആ പിന്തുണ ഇന്ത്യയെ സംബന്ധിച്ച്, കാരണം പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ ഈയിടെ വ്യക്തമാക്കിയിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനെ ഭീകരതയുമായി ബന്ധപ്പെട്ട്
ഉപയോഗിക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ട് വഷളായി പോയത്, അതുകൊണ്ട് തിക്തഫലം നേരിടേണ്ടി വന്നത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞത് അതൊരു തുറന്നു സമ്മതിക്കലായിരുന്നു. ലോകത്തെമ്പാടും ഭീകരതയെ കയറ്റി അയക്കുന്ന രാജ്യം എന്ന് ഒരു രാജ്യം മറ്റൊരു രാഷ്ട്രം അത് തുറന്നു സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ നേരത്തെ മുതൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അതിനൊരു സാധൂകരണം, അതിനെ അടിവരയിടുന്നതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെന്ന് ഇന്ത്യ പറയുകയും ചെയ്തിരുന്നു. ഈ പാകിസ്ഥാനിലെ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം ഈ സമാധാനത്തിൻ്റെ പാതയിലൂടെ പോകണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ അത് അവസാനിപ്പിക്കണം എന്ന നിലയിലാണ്. അല്ലാതെ ഇന്ത്യ ഈ ആക്രമണം നടത്തിയതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ തുർക്കി മാത്രമാണ് ആ നിലയിൽ തയ്യാറായിട്ടുള്ളത്. ചൈന ഖേദകരമാണ് ഇന്ത്യയുടെ ആക്രമണം എന്ന് പറഞ്ഞെങ്കിലും പ്രശ്നപരിഹാരം വേണം. ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ്, അതുപോലെ ചൈനയുടെയും അയൽക്കാരാണ് ഈ രണ്ടു രാജ്യങ്ങളും എന്നതാണ് ചൈനയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഏതായാലും ഇന്ത്യക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്ന വിവരങ്ങളുമായി. എന്തായാലും കൂടുതലായി എന്താണ് ഇനിയിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, അതിലൂടെ എന്താണ് ഇന്ത്യൻ സേന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി വരാം.